ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്ര വലിയ സ്പെഷ്യൽ എന്നൊന്നും പറഞ്ഞുകൂടാ. നാത്തൂനെ കാണാൻ പോയ ഒരു ദിവസം എന്നൊക്കെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് വെള്ളയപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ആദ്യം വെച്ചു. പിന്നെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയണില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുറേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൽ കാണാം. അടിപൊളി വെള്ളയപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ ആട്ടി വെച്ചാൽ സൺഡേ ദിവസങ്ങളിൽ കണ്ണ് തുറക്കുമ്പോൾ, സൺഡേ എന്നല്ല കേട്ടോ, നമ്മൾ ഏത് ദിവസമായാലും ഇങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ട് വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് പരത്തല്ലേ വേണ്ടോ, ഒരു ചെറിയൊരു സ്റ്റൂ കറി ഉണ്ടാക്കല്ലേ വേണ്ടോ എന്നുള്ളൊരു ധാരണയിൽ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ഭയങ്കര സന്തോഷമാണ്, പ്രത്യേകിച്ച് സൺഡേയിൽ കേട്ടോ. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതിലും ഭേദം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു സവോളയും തക്കാളിയൊക്കെ എടുത്തിട്ട് ഒരു സ്റ്റൂ കറി ഉണ്ടാക്കി. അങ്ങനെ കൂടുതൽ ഉണ്ടാക്കില്ല, ശ്രീകുട്ടില്ലാത്ത കാരണം കൊണ്ട്. ഇന്ന് ചാറിന് വലിയ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കണ്ടപ്പോൾ ഇവൻ ഇപ്പം ഇത്തിരി കുറുമ്പ് കൂടിയുണ്ട്, എൻ്റെ പിന്നാലെ നടക്കലും സാമർഥ്യമൊക്കെ കേട്ടോ. മറ്റവനായിരുന്നു അങ്ങനെ കൂടുതലും, ഇപ്പോൾ ഇവനങ്ങനെ വേറെ വീടുകളിലേക്കൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വെള്ളയപ്പം ഇട്ട് കൊടുത്ത്, അതാണ് അവൻ്റെ കാലത്തത്തെ ഇന്നത്തെ ഫുഡ്. അത് കഴിഞ്ഞ് വെള്ളയപ്പൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് തന്നെ ഞാൻ തുണികൾ കഴുകാനായിട്ടിട്ടുണ്ടായിരുന്നു. 1-2 ലോഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ റെഡിയായി. പിന്നെ അതിനിടയ്ക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ചെയ്തു. പിന്നെ ചേട്ടൻ്റെ ചിക്കൻ വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ അതിലിത്തിരി ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴുകുമ്പോഴാണ് അതിലത്തെ ചോരയുടെയൊക്കെ അങ്ങനെ പോകും, നല്ല കളറായിട്ട് കിട്ടും കേട്ടോ. അതൊക്കെ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുക്കറിൽ ആദ്യം ചീനച്ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുക്കറിൽ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ വേഗം പോകണം എനിക്ക്. വേഗം പോയാലാണ് എന്നിട്ടും പറ്റിയില്ല കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ ഉച്ചയ്ക്ക് എത്തിയില്ല ഞാൻ അവിടേക്ക്. അപ്പോൾ നാത്തൂൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നാത്തൂൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മൂടി വെച്ചു കേട്ടോ കുറച്ച് നേരം, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട്. പിന്നെ തുറന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, 2 തരം മുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല വേണമെങ്കിൽ ഇടാം. ഞാൻ ഇന്ന് ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചത്. എനിക്ക് കൂടുതലിഷ്ടം ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ജീരകത്തിൻ്റെ പൗഡർ ഇടണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. അങ്ങനെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടനോട് ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോൾ എന്നെ പറഞ്ഞു ചിക്കൻ മസാല കഴിഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിച്ചോളൂ എന്ന്. അപ്പോൾ വെളിച്ചെണ്ണ തെളിയുന്നവരും വഴറ്റിയെടുത്തു. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഒരു വിസിലടിച്ച് എടുക്കാം. അപ്പം പിന്നെ അധികം സമയം വേണ്ടല്ലോ. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തൈരിൻ്റെ ടേസ്റ്റ് ചിക്കനിൽ ഉണ്ടാകുമ്പോൾ. ആ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തൈര് ചേർക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളും ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കഷ്ണങ്ങൾ ഇട്ട് വെക്കുന്നത് എനിക്കും ചേട്ടനും ഇഷ്ടമാണ്, പക്ഷേ ശ്രീകുട്ടന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധികം കഷ്ണങ്ങൾ ഇടാറില്ല. ഇന്നിപ്പോൾ ശ്രീകുട്ടൻ ഇല്ലല്ലോ, എത്തിയിട്ടില്ല. ഏകദേശം ഒരാഴ്ച ഉണ്ട് ടൂറൊക്കെ. അത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് തീ കത്തിച്ചിട്ടുണ്ട് ചോറിന്. അപ്പോൾ ഇന്ന് റേഷനരി എല്ലാം എടുത്തത്, ചോറ് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അത് കാരണം നല്ല അരി തന്നെ അടുപ്പത്തിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടക്കണമല്ലോ. തലേദിവസം തിളപ്പിച്ച് ഇറക്കി വെക്കലൊന്നും ചെയ്തില്ല, സൺഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് രാവിലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ നാത്തൂൻ്റെ കാര്യം കേട്ടോ. നാത്തൂന് എന്താ പറയുക, ചെറിയൊരു ചൂടുകുരു പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതൊന്ന് കയറിയിട്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ കയറണം എന്ന് പറഞ്ഞ് പഴുത്തിട്ട് അങ്ങനെ കേട്ടോ. ചൂടുകുരു പോലെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. 1.5 ദിവസം 2 ദിവസം ഒക്കെ കിടന്നിട്ടുള്ള പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വിശേഷം. അപ്പോൾ അതിനിടയ്ക്ക് ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി എന്താ പറയുക നാളികേരക്കൊത്തും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ചിക്കനിൽ തീരെ കളറില്ല. അപ്പം ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്കിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ആ കളർ അങ്ങോട്ട് വന്നില്ല. പിന്നെ എത്ര നേരം വേണമെങ്കിലും ഇട്ട് മൊരിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. പക്ഷെ അതിന് ഇത്തിരി ടൈം വേണം. പിന്നെ അടുപ്പത്താണ് കൂടുതൽ നല്ലത്. ഗ്യാസുമേ ആയാലും കുഴപ്പമില്ല, ചെറിയ തീയിലിട്ട് കുറച്ചധികം നേരം ഇട്ടാൽ മതി. പക്ഷെ ഇന്ന് എനിക്ക് ടൈമില്ലല്ലോ, അത് കാരണം കൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്ത് കുറച്ച് കറിവേപ്പിലും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് മൂടി വെച്ചു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ അടിപൊളിയായിട്ട് എല്ലാതും പെരണ്ടിരിക്കുന്നുണ്ടാവും.
അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെയൊക്കെ ഉപ്പ് നോക്കുന്ന ആൾ എപ്പോഴും ചേട്ടനാണ്. ഉപ്പും എരിവും എന്തൊക്കെ പോരായി ഉണ്ടെന്ന് പറയുന്ന ആൾ ചേട്ടനാണ്. ചിക്കൻ മാത്രമല്ല എന്ത് സാധനത്തിൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ വെച്ച് മാറ്റി വയ്ക്കുമ്പോഴേക്കും അത് ടേസ്റ്റ് നോക്കാനുള്ള ആൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ചോറ് വന്നപ്പോൾ എടുത്തുകൊണ്ട് വെച്ച് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുക അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുളിക്കുക, ബാക്കിയുള്ള വെള്ളം കൊണ്ട് കുളിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പോണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ ചോറ് പകർത്താമെന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നി പോരാൻ തോന്നി. ചിക്കൻ കറി മാത്രമായിട്ട് എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊണ്ടുപോകുക, അങ്ങനെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക പൊട്ടിച്ചത് ഇരിപ്പുണ്ടല്ലോ, അത് ചേട്ടനോട് ഞാൻ വേഗം അരിഞ്ഞ് തരാൻ പറഞ്ഞു. കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ആ നേരം കൊണ്ട് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കിയെടുത്ത് വേഗം തന്നെ ചതച്ചതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മുളകും ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് കോവയ്ക്ക് അതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും ചെയ്ത നേരത്ത് ഡാലിയെ വിളിച്ചു കേട്ടോ ഫോണിൽ. ഇന്ന് ഡിസ്ചാർജ് എപ്പോഴാണ് ഉണ്ടാവുക, ഞാൻ വീട്ടിലേക്ക് ചെല്ലണോ ഹോസ്പിറ്റലിൽ ചെല്ലണോ എന്ന് അറിയാത്ത കാരണം ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോവുള്ളൂ, ഹോസ്പിറ്റലിലേക്ക് ചെന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് പകർത്തി. ഇനിയിപ്പോൾ ചോറ് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വൈകുന്നേരം എടുക്കാമല്ലോ. വയ്യാത്തോടത്ത് ചെന്നിട്ട് വെച്ചുണ്ടാക്കാനൊന്നും നിൽക്കണ്ടല്ലോ. ഈ ഒരു ദിവസമെങ്കിലും ഇപ്പോൾ ജോലിക്കൊക്കെ പോകണ കാരണം അത്രയല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാനപ്പോൾ ഒരു 5-6 വെള്ളയപ്പം ആ പാത്രത്തിൽ കൊള്ളാവുന്നൊരു വെള്ളയപ്പം കൂടി എടുത്തു. ഡെയിലിക്ക് വെള്ളയപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതും കൂടി എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാതും പകർത്തി കണ്ടിട്ട് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഇനി വൈകുന്നേരം ആ ഒരു പണി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാതും അടച്ച് പിന്നെ ബസ്സിലാണല്ലോ പോണത്, കുറേ ടൈം പിടിക്കും. കുട്ടല്ലൂരിൽ നിന്ന് നേരിട്ട് കൊടാരയ്ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത്ര അധികം ടൈമൊന്നും പിടിക്കില്ല. പക്ഷേ ഇന്ന് സൺഡേ ആയ കാരണം മണ്ണുത്തി ബസ്സൊന്നും ഉച്ച നേരത്തൊന്നും ഉണ്ടാവില്ല. രാവിലെ ആണെങ്കിൽ ഉണ്ടായേനെ, വൈകുന്നേരം ഉണ്ടാവും. പക്ഷേ ഉച്ച നേരത്തൊന്നും അങ്ങനെ മണ്ണുത്തി ബസ് കിട്ടില്ല. അപ്പം നേരെ തൃശ്ശൂർക്ക് പോയി, തൃശ്ശൂരിൽ നിന്നാണ് കൊടകരയ്ക്ക് പോയത്. അപ്പോൾ കുറേ ടൈം എടുത്തു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു ചോറുണ്ട്, ഉണ്ണിക്കുട്ടിക്ക് വിശന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വൈകുന്നേരത്തേക്ക് എടുത്തു കേട്ടോ. കുറേ നേരം കവറൊക്കെ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കവറൊക്കെ കിട്ടി റെഡിയാക്കി ഒക്കെ ആക്കി വെച്ച് പിന്നെ ഞാൻ ഞങ്ങളും തിരിച്ച് ഫുഡ് എടുത്ത് കഴിച്ച് വേഗം പോയി കുളിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല അല്ലേ, തംബ്നെയിലിൽ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലെത്തി. അപ്പോഴേക്കും ഒരു കാറിങ്ങനെ സൈഡ് വന്നപ്പോൾ ഞാൻ ഫോണിങ്ങനെ മൊബൈലിങ്ങനെ മാറ്റി പിടിച്ചതാണ് കേട്ടോ. ഇതാ ഉണ്ണിക്കുട്ടിയുടെ ശബ്ദം താഴേന്ന് കേട്ടു കേട്ടോ. അവൾ ഓടിയിട്ടിട്ട് ഇതാ ഓടി പോവാണ്. നാണയ്യേ ഹായ് പറഞ്ഞേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങടെ ഇറങ്ങ് പോസുകാരി, ഇങ്ങോട്ട് വാടി നിന്നെ ഫോട്ടോ എടുക്കാം. ചിരിച്ചേ, നാണത്തിൽ ചിരിച്ച് എടുക്കട്ടെ. അപ്പോൾ ഡാലിയരെ അമ്മയ്ക്ക് അങ്ങോട്ട് അത്യാവശ്യമായിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഡാലിയരെ ചേച്ചി വന്നിട്ട് അമ്മയും ചേച്ചിയും കൂടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ചെന്നിട്ടുണ്ടല്ലോ, ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇറങ്ങാറായിട്ടില്ല. അപ്പം അങ്ങനെ ഞാനും ചേട്ടൻ്റെ അവിടെ ഒന്ന് ഉണ്ണിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അവളത് ഓടി കളിക്കുകയാണ്. കണ്ണ് മാത്രം കാട്ടിയാൽ മതി. അപ്പോഴേക്കും ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ ഡിസ്ചാർജ് ആയി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടിക്കെടുത്ത് പോവുകയാണ്. ഗിഫ്റ്റ് കാത്തു നിൽക്കുന്ന ആൾക്കാർ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് പോയി. അവിടെ നിന്ന് അങ്ങനെ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. കൊടകരയിൽ നിന്ന് ആലുവത്തേക്ക് കുറച്ച് ദൂരമുള്ള. ഇവിടെ പെരുന്നാളാണ് കേട്ടോ, അതാണ് പടക്കം പൊട്ടുന്ന ശബ്ദമൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടാവും. ഞാൻ ശബ്ദം കൊടുക്കണ നേരത്ത് ഉണ്ണിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി. അപ്പോൾ അതാ ചെന്നപ്പോൾ ഫർണിച്ചറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കബോർഡ് വർക്കിനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് ആകെ അലങ്കോലായിട്ടാണ് കേട്ടോ അവിടെ കിടക്കണത്. അപ്പം ഞാൻ ഏതായാലും ചെന്നതല്ലേ, എനിക്ക് ഇടിയഞ്ചക്ക വേണമെന്ന് തോന്നി. അങ്ങനെ ഇടിയഞ്ചക്ക പരുവായിട്ടുള്ളൂ, ചക്കയുടെ പരുവായിട്ടില്ല. അത് മതി. ഒരു ഇടിയഞ്ചക്ക ഈ കൊല്ലത്ത് ആദ്യമായിട്ടുള്ള ഇടിയഞ്ചക്ക. അതെ, ഓ
അത് ചാണം തേച്ച് കൊടുത്താൽ മതി. ചാണം അടിച്ച് തേച്ച് അവിടെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ മുളിക്കുണ്ടാവില്ലേ? മുകളിലേക്കല്ല അടിയിലേക്കൊക്കെ ഉള്ളതൊക്കെ അടിയിലേക്ക് വരുന്നു. അതെ മുന്നുണ്ടാവണേ, അതാണ്. പിന്നെ അവിടെ മുറ്റൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പണികൾ ഇനിയും എന്താ പറയുക, വീട് പണി കഴിഞ്ഞാൽ എൻ്റെ അലങ്കോലൊന്നും മാറിയിട്ടില്ല. അങ്ങനെ കുറച്ച് സ്കെച്ച് ചെയ്യണം. കുഞ്ഞുപെണ്ണേ ടാറ്റ. പണിയില്ല ഓക്ക് ശരി എന്നാ പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഡാലി വീണ്ടും ചോദിച്ചു വേപ്പില വേണമെന്ന് ചോദിച്ചു. പിന്നെ വേപ്പില വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്ന് പറയും. അപ്പോൾ വേഗം പോയി വേപ്പിലയും കൂടി പൊട്ടിച്ചു. കുറേ നാളത്തെ പ്രയത്നത്തിന് ശേഷം കേട്ടോ അവിടെ വേപ്പില പിടിച്ചത്. വേപ്പില അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല, പിടിച്ചാൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വേപ്പില കൊടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വീട്ടുകാരെത്തിയപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെ അമ്പ് വരുന്ന നേരമായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്ത്. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തു കേട്ടോ. പെരുന്നാൾക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണമൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു. കുറേ നേരമായില്ലേ, അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി നിന്ന് ഒരു 5 മിനിറ്റൊക്കെ നിന്ന് കണ്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് വരാം. ഓക്കേ.